അങ്ങനെ ഈ വീഡിയോ അത്തപ്പൂക്കളത്തിനായിട്ടുള്ള ഞങ്ങളുടെ ഒരുക്കങ്ങളെക്കുറിച്ചാണ് കേട്ടോ. അതിനായിട്ട് അങ്ങാടിയിൽ നിന്നാണ് പൂവ് വാങ്ങിയത്. അങ്ങാടിയിൽ നിന്ന് പൂവ് വാങ്ങുക കാരണം നമ്മുടെ നാട്ടിലിപ്പം പൂവിൻ്റെ സമ്പത്തൊക്കെ വളരെ കുറവായിരുന്നു. പണ്ട് കാലത്തൊക്കെ നമ്മൾ നാട്ടിൽ നിന്ന് പറിച്ച് തന്നെ ഇട്ടിരുന്നത്. ഇപ്പോൾ അങ്ങാടിയിൽ നിന്ന് വാങ്ങാറാണ് പതിവ്. ഞങ്ങൾ വാങ്ങിയ പൂക്കളാണ് നമ്മളെ കുട്ടിപ്പട്ടാളങ്ങൾ തന്നെ. അതെല്ലാം കവറിൽ നിന്ന് മാറ്റി നേർക്കയാക്കി. പിന്നെ നമ്മൾ പച്ചയും കാപ്പിയും 2 ഇലകൾ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഇതിലേക്ക് യൂസ് ചെയ്യാൻ വേണ്ടി തന്നെ. പിന്നെ ഈ പച്ചയും കാപ്പിയും ഇലകൾ നമ്മൾ തലേന്ന് രാത്രി തന്നെ അരിഞ്ഞാറാണ് പതിവ്. കാരണം രാവിലെ പണിക്ക് പോകാൻ നേരം വൈകുമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ കുട്ടിപ്പട്ടാളം കൂട്ടിയിട്ടൊരു ജഗ പുകയായിരുന്നു. ബാക്കിയൊക്കെ നമ്മൾ അന്നാണ് ചെയ്യാറ്. ചാണകവും കരിയും മിക്സ് ചെയ്ത് നിലം നല്ല മെഴുക്കി എന്നിട്ടാണ് നമ്മളത് വരയ്ക്കാനായിട്ട് ഇരിക്കാറ് കേട്ടോ. വരയ്ക്കാനെന്ന് പറയുമ്പോൾ അത്ര വലിയ വരയായിട്ടൊന്നുമല്ല, എന്നാലും നമ്മളത് ഔട്ട്ലൈനെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് വരച്ചിട്ടിട്ട് ആണ് നമ്മളിത് തുടങ്ങി വയ്ക്കാറ്. പിന്നെ ആവശ്യത്തിന് പേപ്പർ കട്ട് ചെയ്തിട്ടും അങ്ങനെയാണ് ഇത് യൂസ് ചെയ്യാറ്. അങ്ങനെ പിന്നെ നമ്മളിത് ഒരു സൈഡിൽ നിന്ന് ഇട്ട് തുടങ്ങുകയാണ്. ബാക്കിയുള്ളവരൊക്കെ അവിടെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാര്യങ്ങളൊക്കെ പൂവും ഒക്കെ വേർതിരിച്ച് ലെവലാക്കി ഇതാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ പറഞ്ഞാൽ ചിലർ ഇതിനായിട്ട് തറ ഇടാറുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ തറയായിട്ട് ഇട്ടിട്ട് അതുമ്മലാണ് ഇടാറ്. ഞങ്ങൾ പിന്നെ തറയായിട്ട് യൂസ് ചെയ്യാറില്ല. ഞങ്ങൾ നിലം വഴുക്കിയിട്ട് നിലത്ത് തന്നെയാണ് ഇടാറുള്ളത്. തറ ആയിട്ട് വരുമ്പോൾ നമുക്ക് 2 സ്റ്റെപ്പായിട്ട് നിൽക്കുമ്പോൾ അത് ഒരു ഇത് കിട്ടില്ല വരച്ച് വരുമ്പോൾ. അതുകൊണ്ടാണ് ഇങ്ങനെ ഇടാറ്. പിന്നെ ഇപ്പോൾ നമ്മളെ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന കളറുകൾ ആകെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പം അതിനുള്ള കുറച്ച് കള്ളികൾ മാത്രമേ നമ്മൾ വരച്ചെടുക്കാറുള്ളൂ. അതിലിപ്പോൾ നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പച്ചയും കാപ്പിയും തന്നെ ആയിട്ടുള്ളൂ. പിന്നെ നാട്ടിലെ ചെറിയ ചെറിയ കുറച്ച് പൂവുകളുണ്ട്. കൃഷ്ണകിരീടം, വേൽച്ചെടിപ്പൂ എന്നൊക്കെ പറയും. അതൊക്കെ അതിൽ ഇടയിലായിട്ട് കൂട്ടി വയ്ക്കും. കാരണം അത് നമുക്ക് ഒരു കളത്തിലേക്ക് ഇടാൻ തന്നെ ഇവിടുന്ന് പറിക്കാൻ കിട്ടില്ല. അപ്പം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് അതിൻ്റെയൊക്കെ ഇടയിലാക്കിയിട്ട് മഞ്ഞയിലും ഇതിലൊക്കെ കൂട്ടി കൊടുത്തിട്ടാണ് അതും കൂട്ടിയിട്ടാണ് ഇടാറ്. വെറും അങ്ങനത്തെ പൂവ് മാത്രമല്ല. അങ്ങനെ നമ്മളതൊക്കെ ഇട്ട് കഴിഞ്ഞ് വന്നപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു അവസാനത്തെ ഇത്. എങ്ങനെയുണ്ടെന്ന് നിങ്ങളൊന്ന് പറയണേ.